Hello students. This particular video is regarding the most important questions that will be coming from ecology, that is starting from module 6. And I'm very much sure that most of the questions are very much familiar to you because you have covered this during your plus 2 or most probably even starting from your high school days. Okay, so we can directly move on to the presentation. Okay, so first question is about the definition of biodiversity. Okay, so what is biodiversity? So the answer is the biodiversity is the variety of life on earth including all plants, animals, microorganisms and their genes. It also includes the ecosystem they live in. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ആ ഒരു ടേമിൽ തന്നെ ഉണ്ട് ബയോ പ്ലസ് ഡൈവേഴ്സിറ്റി. ബയോ എന്ന് പറഞ്ഞാൽ ലൈഫ്, ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി. ഓക്കെ, അപ്പൊ ലൈഫിന്റെ ആ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ലൈഫിന്റെ ആ ഒരു റിച്ച്നെസ് ആണ് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഫോം ഓഫ് ലൈഫ്, ദാറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോബ്സ്. ഇത് മൂന്നിന്റെയും ജീൻസ് അടക്കം, ബിക്കോസ് ജീൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു എക്സ്റ്റേണൽ എക്സ്പ്രഷന് പറയുന്ന പേരാണ് ഫീനോടൈപ്പ്. ഓക്കെ, അപ്പൊ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീൻസ്, നമ്മുടെ ഉള്ളിലുള്ള ജീൻസിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജീൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറ്റ് സെൽഫ് present in diverse forms within different individuals. Okay, അപ്പം നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് പറയുമ്പോൾ we should always think that we should always understand that it is the sum total of different types of life on earth including plants, animals, microorganisms and their genes, genetic components. Okay, മാത്രല്ല പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസംസും അതിന്റെ അവർ ലിവ് ചെയ്യുന്ന ആ ഒരു എൻവിറോൺമെന്റ്, അവർ ലിവ് ചെയ്യുന്ന എൻവിറോൺമെന്റ് ആണ് അവരുടേതായിട്ടുള്ള എക്കോസിസ്റ്റംസ്. ഇതടങ്ങുന്ന ഒരു കോമ്പോണന്റ്, ഇതടങ്ങുന്ന ഒരു അംബ്രല്ല ടേം ആണ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ബയോഡൈവേഴ്സിറ്റി? ബിക്കോസ് നമ്മൾ പറഞ്ഞു ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ആനിമൽസ്, മൈക്രോബ്സ്, പ്ലാന്റ്സ്, ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല അവർ ലിവ് ചെയ്യുന്ന എക്കോസിസ്റ്റംസ് കൂടിയാണ്. സോ ബയോഡൈവേഴ്സിറ്റി സപ്പോർട്ട്സ് ദ എക്കോസിസ്റ്റം ദാറ്റ് പ്രൊവൈഡ് ഫുഡ്, വാട്ടർ, മെഡിസിൻ ആൻഡ് ഷെൽട്ടർ. ഈ ഒരു പോയിന്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മെയിൻലി ഫോർ അവർ ബെനിഫിറ്റ് ദാറ്റ് വി ഒപ്റ്റെയിൻ ഫ്രം ദി എക്കോസിസ്റ്റംസ്. കാരണം ബയോഡൈവേഴ്സിറ്റിയുടെ കോമ്പോണന്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ആണ് നമുക്ക് ഫുഡും വാട്ടറും മെഡിസിനും ഷെൽട്ടർ അടക്കം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ദേ ആർ പ്രൂഫ് ഇനഫ് ടു റെഗുലേറ്റ് ദ ക്ലൈമറ്റ് ഇൻ എ വെരി സിസ്റ്റമാറ്റിക് വേ. അപ്പൊ നമ്മൾ നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീസൺസ് ഒക്കെ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം മഴക്കാലത്ത് ചിലപ്പോൾ മഴ കിട്ടിയെന്ന് വരില്ല, കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഓവറായിട്ട് കിട്ടും. സോ അങ്ങനത്തെ ഒരു ക്ലൈമാറ്റിക് ഫ്ലക്ച്വേഷൻസ് നമ്മൾ ആ 365 ഡേയ്സിൽ കാണാൻ പറ്റുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിന്റെ ആബ്സെൻസ് കാരണമാണ്. സോ ഡെഫിനറ്റ്ലി healthy ecosystem do help to regulate the climatic changes in a proper way. പിന്നെ biodiversity is essential for the survival and fitness of human race because genetic richness ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഭൂമിയിലുള്ള എക്സിസ്റ്റിംഗ് ലിവിങ് ഫോംസിന് അഡാപ്റ്റ് ചെയ്യാനും ഫ്ലറിഷ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇൻബിൽറ്റ് ആയിട്ട് കിട്ടുള്ളൂ. സോ ബയോഡൈവേഴ്സിറ്റി ആക്ച്വലി leads to the actually helps in the survival of the human race as well. Okay. Next, what is the difference between species richness and species evenness? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് നമുക്ക് ഒരു കുറച്ചൊരു കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we can differentiate the concept or we can put a clear cut difference between the terms species richness and species evenness. Species richness is the number of species in a given area, while species evenness is how evenly those species are distributed. അതായത് സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ഉണ്ട്, അതായത് ഇപ്പൊ ഒരു 4 ടൈപ്പ് ട്രീസ് ഉണ്ട് അങ്ങനെ. സ്പീഷീസ് ഈവൻനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എത്ര നമ്പർ ഓഫ് ട്രീസ്, എത്ര ടൈപ്പ് ട്രീസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഓരോന്നും എത്ര amountലുണ്ട്, എത്ര ക്വാണ്ടിറ്റിയിലുണ്ട്, അതാണ് സ്പീഷീസ് ഈവൻനെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്പീഷീസ് റിച്ച്നെസ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ മെഷർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. കാരണം എത്രമാത്രം സ്പീഷീസ് കൂടുന്നോ അതനുസരിച്ചിട്ട് ബയോഡൈവേഴ്സിറ്റിയുടെ ആ ഒരു തോതും ആ ഒരു സ്കെയിലും കൂടും. ഓക്കെ,
So species richness is a count of the number of different species in a community, landscape or region. കമ്മ്യൂണിറ്റി അഥവാ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എത്രമാത്രം എത്ര amount എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ഉണ്ട് അതിനെയാണ് നമ്മൾ സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ വെരി ഇമ്പോർട്ടൻറ്റ് ടേം, എ കീ മെട്രിക് ഫോർ എക്കോളജിസ്റ്റ് ആൻഡ് കൺസർവേഷനിസ്റ്റ് ടു സ്റ്റഡി അബൌട്ട്. കാരണം ഒരു സ്പീഷീസിന്റെ ഒരു മെയിൻ സിഗ്നേച്ചർ കോമ്പണന്റ് ആണ് അവിടെ എത്ര ടൈപ്പ് സ്പീഷീസ് ഉണ്ട് എന്നത്. Okay, and it also measure how complex an ecosystem is. ആ എക്കോസിസ്റ്റത്തിന്റെ കോംപ്ലക്സിറ്റി കൂടുന്നത് അവിടെ ഉള്ള നമ്പർ ഓഫ് സ്പീഷീസിന്റെ ടൈപ്സ് കൂടുമ്പോഴാണ്. ഓക്കെ, നൗ higher species richness indicates a more complex and diverse ecosystem. Okay, now what is species evenness? It is the measure of the relative abundance of each species. അതായത് ഓരോ എത്രമാത്രം ടൈപ്പ് സ്പീഷീസ് ഉണ്ട് എന്നതിലല്ല, ആ ഓരോ സ്പീഷീസും എത്ര അമൗണ്ടിലുണ്ട്, എത്ര ക്വാണ്ടിറ്റിയിലുണ്ട്, ആ ഒരു ടേം ആണ് സ്പീഷീസ് ഈവൻനെസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിറ്റി 1ഉം കമ്മ്യൂണിറ്റി 2ഉം നമ്മൾ എടുത്തു. കമ്മ്യൂണിറ്റി 1ലും 2ലും സെയിം സ്പീഷീസ് റിച്ച്നെസ് ആണ്. അതായത് ഈ 4 ടൈപ്പ് ട്രീസും 2 കമ്മ്യൂണിറ്റിയിലുണ്ട്. സോ ദേ ആർ ഹാവിംഗ് ദ സെയിം സ്പീഷീസ് റിച്ച്നെസ്, പക്ഷേ ദേ ആർ ഹാവിംഗ് ഡിഫറെന്റ് സ്പീഷീസ് ഈവൻനെസ്. കാരണം ഈ ഒരു പർട്ടിക്കുലർ ട്രീ ഇവിടെ ഉള്ളത് 25% ആണ്, എന്നാൽ ഇവിടെ ഉള്ളത് 6% ആണ്, ഇവിടെ കൂടുതലാണ്. ഈ ഒരു ട്രീ ഇവിടെ ഉള്ളത് 25% ആണ്, ഇവിടെ ഉള്ളത് 12% ആണ്. ഈ ഒരു ട്രീ ഇവിടെ 25% ഉള്ളൂ, പക്ഷെ ഇവിടെ 70% ഉണ്ട്. So this is having 25 and this is 12. അപ്പോൾ definitely species richness will be the same between these two communities, but species evenness is definitely far apart from these two communities. Okay. So you have to understand the difference between species richness and species evenness. So this is about the significance of biodiversity. So in the previous slides, we actually defined the term biodiversity. It is a variety of life on earth. That is the variety of all the life on earth, including plants, animals and microbes. Okay. So why it is important? എന്താണ് ബയോഡൈവേഴ്സിറ്റി പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് അഥവാ സിഗ്നിഫിക്കൻസ്? അതാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡിങ് ദിസ് ബയോഡൈവേഴ്സിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ്. ദറ്റ് ഈസ് ദി ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ആസ് വെൽ ആസ് ദി എക്കണോമിക് സിഗ്നിഫിക്കൻസ്. അപ്പൊ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റെസിലിയൻസ് ടു ക്ലൈമറ്റ് ചേഞ്ച്. But diverse ecosystems are better at sequestering carbon. അതായത് what is sequestration of carbon അല്ലെങ്കിൽ what is sequestering carbon എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 0.03% ആണ്. അപ്പൊ ആ ഒരു എമൗണ്ട് നിലനിൽക്കണം. അതിൽ കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഹൈ ലെവൽ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഇറ്റ് ഈസ് വെരി മച്ച് ഹാർംഫുൾ ടു ദ ലൈഫ് ഓൺ എർത്ത്. ഓക്കെ, അപ്പോ സീക്വസ്റ്ററിങ് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ എക്സസ് ആയിട്ടുള്ള കാർബണിനെ ക്യാപ്ചർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സീക്വസ്റ്ററിങ് കാർബൺ. അപ്പോൾ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ആണെങ്കിൽ മാത്രമാണ് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്തിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി ദ ഡൈവേഴ്സ് എക്കോസിസ്റ്റംസ് ക്യാൻ ഡു ദ സീക്വസ്റ്ററിങ് ഓഫ് കാർബൺ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ജനറ്റിക് ഡൈവേഴ്സിറ്റി. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിന് പറയുന്ന പേരാണ് ഫീനോടൈപ്പ്. ഓക്കെ, നമ്മളുടെ ഇന്റേണൽ മേക്കപ്പിന് പറയുന്ന പേരാണ് ജീനോടൈപ്പ്. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ എൻവിറോൺമെന്റ് ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ജനറ്റിക് ലെവലിലുള്ള ഡൈവേഴ്സിറ്റി ആണ്. സോ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ദ biodiversity importance. The genetic diversity helps the species to get adapted to the environmental changes. ഇനി ബയോഡൈവേഴ്സിറ്റിയുടെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് പറയുന്നത്. ഫുഡ് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ മിക്സ്ചർ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, മൈക്രോന്യൂട്രിയൻസ്, മാക്രോന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, ഇലക്ട്രോലൈറ്റ്സ്, വാട്ടർ, അങ്ങനെ. അപ്പൊ അത്രയും സാധനങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഫാം ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ there should be the ecosystem that is supporting the growth of these many products. അപ്പൊ അങ്ങനെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്കോസിസ്റ്റംസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ റിച്ച് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡൈവേഴ്സ് എക്കോസിസ്റ്റംസ്. ഓക്കെ, അപ്പൊ അതും വരുന്നത് ബയോഡൈവേഴ്സിറ്റിയുടെ സിഗ്നിഫിക്കൻസിലാണ്.
പിന്നെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ഇപ്പോൾ ആയുർവേദിക് മെഡിസിൻസ് നമുക്കറിയാം, അല്ലെങ്കിൽ പനി വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ കുറച്ച് എന്താ പറയുക, ഗാർഡനിങ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പനിക്കൂർക്ക, തുളസി ഇതിന്റെ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോപ്പർട്ടീസ് അറിയുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് അഥവാ മെഡിസിൻസിന്റെ റോ മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും റിച്ച് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റംസ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ടു കമ്മിങ് അണ്ടർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ഇനി റോ മെറ്റീരിയൽസ്, അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള ഫേർണിച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, മറ്റനുബന്ധ പ്രൊഡക്ട്സ് ഒക്കെ വരുന്നതും ഈ പറഞ്ഞ ഡൈവേഴ്സ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഇക്കോസിസ്റ്റത്തിന്റെ പ്രസൻസിലാണ്. ദാറ്റ് ടു ഈസ് കമ്മിങ് അണ്ടർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. പിന്നെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, മേഖലയാണ് ടൂറിസം. The biodiversity provides opportunities for recreation and tourism such as bird watching, hiking, ecotourism. അതായത് നമുക്ക് ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. അവിടെ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ബേർഡ്സിനെ കാണാം, ആനിമൽസിനെ കാണാം. അപ്പൊ ആ ഒരു വെറൈറ്റീനെ മുൻനിർത്തിയിട്ട് അതിനെ എക്കോളജിക്കൽ പാർക്സ് ആക്കിയിട്ടുണ്ട്, ബേർഡ് വാച്ചിങ് സൈറ്റ്സ് ആക്കിയിട്ടുണ്ട്. അതായത് ഇറ്റ് വിൽ ആക്ച്വലി പ്രൊമോട്ട് ദാറ്റ് പർട്ടിക്കുലർ ഏരിയാസ് ടൂറിസം ആക്ടിവിറ്റീസ്. അത് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. എന്ത് ബയോഡൈവേഴ്സിറ്റി വഴി വരുന്ന എക്കോളജിക്കലും എക്കണോമിക് സിഗ്നിഫിക്കൻസും. ഓക്കെ, സോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്? ആ ഒരു 2 പോയിന്റ്സ് ആയിട്ടുള്ള ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസും economic significance equally important ആണ്. Okay. Next, what is eutrophication? വളരെ important ആയിട്ടുള്ള ഒരു topic ആണ്. Eutrophication is the process that occurs when a body of water becomes enriched with nutrients such as nitrogen and phosphorus. This can lead to an overgrowth of algae and plants, which can deplete oxygen levels in the water. Causes of eutrophication is natural, that can occur in a lake when the lake ages, or human activities such as agriculture, sewage discharge and aquaculture. Eutrophication എന്ന് പറയുന്നത് actually ഒന്നുമല്ല. You can directly look onto this picture while I am explaining. നമ്മുടെ ഒരു വാട്ടർ ബോഡി, ഫോർ എക്സാമ്പിൾ ഒരു ലേക്ക് എടുക്കുകയാണെങ്കിൽ ആ ലേക്കിലേക്ക് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് വേസ്റ്റ് വന്ന് ഡംപ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ഡംപിങ് പ്രോസസ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നടക്കാം. അതായത് ഈ പർട്ടിക്കുലർ ലേക്ക് കുറച്ച് പഴകും തോറും ഒരു നാച്ചുറൽ ഡെപ്പോസിഷൻ നടക്കാൻ പറ്റും ഡയറക്ട്ലി ഫ്രം ദ എൻവിറോൺമെന്റ്. അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സീവേജ്, ഇപ്പോൾ നമ്മൾ അലക്കിയ വെള്ളത്തിലൊക്കെ ഒരുപാട് നൈട്രേറ്റ് ഫോസ്ഫേറ്റ് വേസ്റ്റുകൾ ഉണ്ടാവും. അതൊക്കെ ഡയറക്ട്ലി നമ്മളുടെ ഈ ഒരു വാട്ടർ ബോഡിയിൽ വന്ന് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൈട്രേറ്റിനെയും ഫോസ്ഫേറ്റിനെയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ഗ്രൂപ്പാണ് ആൽഗെ, ചില പ്ലാന്റ്സും. അപ്പോൾ ആൽഗെ എവിടെ സാധാരണ നമ്മൾ പച്ചപ്പായലൊക്കെ എവിടെ കാണുക? സാധാരണ ആ ലേക്കിന്റെ മുകൾ ഭാഗത്ത് ഒരു പായ പോലെയാണ് അത് വളരുക, അല്ലെ? അപ്പോൾ ഈ പറഞ്ഞ നൈട്രജൻ ഫോസ്ഫറസ് വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന നൈട്രേറ്റ് ഫോസ്ഫേറ്റ് can actually trigger the growth of these algae. അപ്പോൾ ആൽഗെ ഇവിടെ ഒരു പായ പോലെ സ്പ്രെഡ് ചെയ്തിട്ട് ആൽഗൽ ബ്ലൂം ആകും. അപ്പോൾ ആൽഗൽ ബ്ലൂം ആകുമ്പോൾ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ആൽഗെ വളരെ തിക്നെസ്സോട് കൂടി ടോപ്പ് ലെയറിൽ കവറായി കിടക്കുകയാണ്, അല്ലെ? സോ ദ സൺലൈറ്റ് ഇസ് നോട്ട് ഏബിൾ ടു പെനെട്രേറ്റ് ടു ദ ബോട്ടം മോസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ മിഡിൽ മോസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ലേക്ക്. സോ ultimately there is number of organisms like the aquatic life that is present beneath this algal bloom. അപ്പോൾ അവർക്ക് ആൽഗൽ ബ്ലൂം വളർന്നിട്ടുള്ള കാരണം സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ട് they will die. അപ്പോൾ eutrophication എന്ന് പറയുന്നത് it is the dumping of nitrate phosphate within the lake that will trigger the growth of algae that causing algal bloom, which in turn prevent the penetration of sun to the deeper layers of lake, prohibiting the growth of aquatic microorganisms as well as aquatic organisms like fishes. അപ്പം അതിന് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് എൻവറോൺമെന്റിൽ ക്രിയേറ്റ് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആകുന്ന ഒരു ടേം ആണ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് അത് എത്രമാത്രം ആൾക്കാർ അത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, നമുക്ക് പബ്ലിക് ആയിട്ടുള്ള പ്ലേസസിൽ ഇപ്പോൾ നമുക്ക് പബ്ലിക് റോഡുകളിലായിക്കോട്ടെ നമുക്ക് ഒരിക്കലും ലിറ്റർ ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഏത് തരം വേസ്റ്റ് ആയിക്കോട്ടെ, ഓർഗാനിക് ആണെങ്കിലും അല്ലെങ്കിൽ പേപ്പർ കപ്പ് ആണെങ്കിലും എന്താണെങ്കിലും വി ഷുഡ് നോട്ട് ത്രോ അവേ.
എത്രമാത്രം ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ട് അത് സെക്കൻഡറി. പക്ഷെ വി ഷുഡ് നോട്ട്, അപ്പൊ നമ്മളിപ്പോ അത് വേണമെങ്കിൽ നമുക്ക് ഒരു നിയമത്തിന്റെ കീഴിൽ പെട്ടിട്ട് നമുക്ക് അവർക്ക് കർശനമായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ പറ്റും. ഒരു സാധാരണക്കാരൻ വിചാരിച്ചാൽ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളിപ്പോ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുത്താൽ ദേ ആർ ഹാവിംഗ് ദാറ്റ് റൈറ്റ് ടു ട്രാക്ക് ദാറ്റ് വീഡിയോ, ആ വീഡിയോയുടെ ഒരു ഒതന്റിസിറ്റി, അതിന്റെ ജെന്യുവിനിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അയാൾ ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 5000 രൂപ പിഴ അടക്കേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോപ്പർലി ഇംപ്ലിമെന്റഡ് ആകുന്നുണ്ടെങ്കിൽ ആ മെഷേഴ്സ് ഒക്കെ വരുന്ന ഒരു വലിയൊരു ടേം ആണ് EPA അഥവാ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ദ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് EPA ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് 1986ലാണ്. അതിന്റെ എയിം എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവിറോൺമെന്റ്. അപ്പൊ രണ്ട് ടേംസും ഒരുമിച്ച് EPA ആക്ടിൽ വരണം. അതായത് നമ്മുടെ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമല്ല അതിന്റെ ആ ഒരു റിച്ച്നെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സും ഈ പറഞ്ഞ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ വരുന്നുണ്ട്. So the act's main objectives include, first is obviously Environmental Protection Act ന്റെ ആദ്യത്തെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് it is the environmental protection itself. The act establishes a legal framework to protect and conserve the environment. Okay. Next, എൻവിറോൺമെന്റിനെ ഹാമ്പർ ചെയ്യുന്ന, അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പൊല്യൂഷൻ. എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ. അപ്പോൾ ദിസ് ആക്ട് റെഗുലേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ദറ്റ് പൊല്യൂട്ട് ദ എൻവിറോൺമെന്റ് സച്ച് ആസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. നമുക്കറിയാം, ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ കെമിക്കൽസ് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ, അപ്പൊ അതായത് ഇൻഡസ്ട്രീസ് എവിടെ പ്ലേസ്ഡ് ആകണം, ആ ഇൻഡസ്ട്രീസിൽ എന്തൊക്കെ വേസ്റ്റ് ആണ് ഉണ്ടാകുന്നത് പെർ ഡേ, അത് റിലീസ് ചെയ്യാൻ പ്രോപ്പർലി ആ ഇൻഡസ്ട്രി സജ്ജമാണോ, ആ റിലീസ് ചെയ്യുന്ന വേസ്റ്റുകൾ എങ്ങോട്ടാണ് പോകുന്നത്, എത്രമാത്രം അമൗണ്ടിൽ റിലീസ് ചെയ്താൽ മാത്രമാണ് എൻവിറോൺമെന്റിന് അതിനൊരു ഭാരമാവാതിരിക്കുക, അങ്ങനെയുള്ള എല്ലാ കാൽക്കുലേഷൻസും വരുന്നത് ഈ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിലാണ്. This act enforces environmental standards through fines, closure, orders and criminal prosecutions. അതായത് തെറ്റായിട്ടുള്ള രീതിയിൽ, ഇപ്പൊ ഒരു വീടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആയിക്കോട്ടെ, ഒരു ക്രമാതീതമായിട്ടുള്ള രീതിയിൽ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വേസ്റ്റ് എൻവിറോൺമെന്റിന്റെ ആ ഒരു ബാലൻസിനെ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെതിരെ ഫൈൻസ്, ഇത്ര ഫൈൻ അടച്ചാൽ ഫൈൻ അടയ്ക്കണം, അങ്ങനെ ഒരു എന്താ പറയാ പെനാൽറ്റി എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടി ബോധവാന്മാരാകും. ഓക്കെ, നെക്സ്റ്റ് ഇസ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ദ ആക്ട് റിക്വയർസ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഫോർ പ്രോജക്ട്. അതായത് EIA, അതായത് നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് എൻവിറോൺമെന്റിന് ഏതെങ്കിലും തരത്തില് ഇമ്പാക്ട് ചെയ്യുമോ എന്നുള്ളൊരു സ്റ്റഡിയാണ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. അതായത് ഇപ്പോൾ ഒരു മൊബൈൽ ടവർ വരികയാണ്, ആ മൊബൈൽ ടവർ ഇന്ന ഭാഗത്ത് പ്ലേസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റം, ആ ഒരു പർട്ടിക്കുലർ എൻവിറോൺമെന്റിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യോ, അങ്ങനെയുള്ള, അതായത് എന്ത് പ്രൊജക്ട് തുടങ്ങുകയാണെങ്കിലും അത് ഏത് എൻവിറോൺമെന്റൽ ഹാബിറ്റാറ്റിലാണ് തുടങ്ങുന്നത് അവിടെ ഒരു എൻവിറോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തും. എന്നിട്ട് സേഫ് ആണെങ്കിൽ മാത്രമാണ് അത് അനുവദിക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞുതരാം. പിന്നെ എൻവിറോൺമെന്റൽ റിസർച്ച്. ദ ആക്ട് എൻകറേജസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടു സപ്പോർട്ട് ലോങ് ടേം എൻവിറോൺമെന്റൽ ഡെവലപ്മെന്റ്. ഓക്കെ, സോ നേരത്തെ സ്ലൈഡിന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് ആയിരുന്നു. നമ്മുടെ കൊച്ചിയിൽ മരട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് 3 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ സുപ്രീം കോർട്ടിന്റെ ഓർഡർ കാരണം ഡിമോളിഷ് ചെയ്തത്, തകർത്തത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട്, അത്രയും കാലപ്പഴക്കം ചെന്നിട്ടുള്ള ബിൽഡിങ്ങുകളായിരുന്നില്ല. ഓക്കെ, അപ്പൊ പ്ലാൻഡ് ആയിട്ടുള്ള ഡിമോളിഷൻ വഴി അത് എന്തുകൊണ്ട് തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ കൊച്ചി കായൽ, കോസ്റ്റൽ ഏരിയാസിൽ ക്രിട്ടിക്കൽ റേഞ്ച് ഏരിയ 3യിലാണ് അത് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ഏരിയ, അതായത് നമ്മളുടെ ഇന്ത്യൻ പെനിൻസുല റീജിയന്റെ കോസ്റ്റ്, സീ ലൈൻ കോസ്റ്റ്, വാട്ടർ ബോഡീസ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു എക്കോസിസ്റ്റത്തിന്റെ മുകളിലാണ് ഈ 3 ഫ്ലാറ്റുകളും പണിതുയർത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഡെഫിനറ്റ്ലി ആസ് പാർട്ട് ഓഫ് ദ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ദാറ്റ് ഈസ് കമ്മിങ് further in the subsection of protection of coastal areas, these flats were demolished. അതായത് നമുക്ക് നമ്മുടെ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്തും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ടാക്കിൾ ചെയ്യുക എന്നതാണ് മൊത്തത്തിലെ EPA അഥവാ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ മെയിൻ ഗൈഡ് ലൈൻസ് ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ്, വാട്ട് ആർ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്? ഒബ്വിയസ്ലി ഈ ഒരു ടേമിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ളതിന്റെ ഉത്തരമുണ്ട്. എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്? GMOs. Genetically modified organisms are plants, animals, microbes that have had their DNA altered using genetic engineering. അതായത് നമുക്ക് എല്ലാവർക്കും നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ പേരൻസ് നിന്ന് റീകോമ്പിനേഷൻ വഴി കിട്ടുന്ന ഒരു ജനറ്റിക് മേക്കപ്പ് ഉണ്ട്, DNA ഉണ്ട്. അത് നമ്മുടെ ഇൻഹെറന്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള DNA, നമ്മുടെ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആകാം, മൈക്രോബ്സ് ആകാം, പ്ലാന്റ്സ് ആകാം, ആനിമൽസ് ആകാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ മോഡിഫൈ ചെയ്യാണ്. അതായത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഓൺ നാച്ചുറൽ DNA നമ്മൾ ഒരു മോഡിഫിക്കേഷൻ വരുത്താണ്. മോഡിഫിക്കേഷൻ വരുത്തുന്നതിനുള്ള റീസൺസ് ഒരുപാടുണ്ട്. എന്നാൽ പോലും the inherent DNA of us is being modified എന്തുപയോഗിച്ചിട്ട്? യൂസിങ് ജനറ്റിക് എൻജിനീയറിംഗ് ടെക്നോളജീസ്. അതിനെയാണ് നമ്മൾ പറയുന്നത് GMO അഥവാ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. നമ്മുടെ ജനറ്റിക്സിനെ, നമ്മുടെ DNA ജനറ്റിക് എൻജിനീയറിംഗ് വെച്ചിട്ട് മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു ടൈപ്പ് ആക്കുന്നതിന് പറയുന്ന പേരാണ് genetically modified organisms. Okay, so how are GMOs created? Genetic engineering techniques are used to alter the DNA of genetically modified organism. So DNA is made up of what? Deoxyribonucleic acid. നിങ്ങൾ semester 1 ൽ പഠിച്ചിട്ടുണ്ട്. And this carries instructions for the proteins that create and sustain life. The genetic engineering, what actually does is that it can add, modify or remove certain DNA. അപ്പോൾ നമ്മളിലുള്ള DNA എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി പ്രോട്ടീൻസിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ DNA-ൽ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ ജനറ്റിക് എൻജിനീയറിംഗ് വഴി വരുത്താണ്. ഇത് നമ്മൾ DNA-ൽ എന്തെങ്കിലും ആഡ് ചെയ്യാണ്, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാണ്. ഓക്കെ, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നെയ്വ് ആയിട്ടുള്ള DNA-ൽ എന്ത് മാറ്റം ജനറ്റിക് എൻജിനീയറിംഗ് വെച്ച് വരുത്തിയാലും ദാറ്റ് ഈസ് ലീഡിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഇപ്പോൾ ഒരു ചെറിയൊരു സ്കീമാറ്റിക് ഡയഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. So how these genetically modified organisms are being created? Okay, അപ്പോൾ we identified a particular DNA segment that is showing a tolerance against insect. അതായത് ഈ ഒരു strand of DNA-ലെ ഈ ഒരു green color portion ആണ് that part of DNA that is showing a particular property of insect resistance. അപ്പോൾ insect resistance എന്ന് പറയുന്നത് നമുക്ക് ആ ഫൈനൽ ഔട്ട്പുട്ടിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു ഗ്രീൻ കളർ പോർഷൻ ഇസ് ബീങ് കെയർഫുള്ളി ക്ലീവ്ഡ് യൂസിങ് സർട്ടൻ എൻസൈംസ്. അതായത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈംസ് ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ ഗ്രീൻ കളർ ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ്സിനെ ക്ലീവ് ചെയ്യുന്നത്. അപ്പോൾ വി ഗോട്ട് ദ ക്ലീവ്ഡ് DNA ഓവർ ഹിയർ. ഇപ്പുറത്താണെങ്കിൽ വി ഹാവ് ടു അറ്റാച്ച് ഓർ ഫിക്സ് ദിസ് ക്ലീവ്ഡ് DNA ഓൺ ടു സംതിങ് എൽസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്ലാസ്മിഡ് വെക്ടേഴ്സ്. ഇത് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പ്ലാസ്മിഡ് വെക്ടേഴ്സിന്റെ ഉള്ളിലാണ് ഈ ഡിസൈഡ് DNA നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്യണമെങ്കിൽ അഗൈൻ ഇതിൽ നമ്മൾ ഒരു ക്ലീവേജ് ഉണ്ടാക്കണം, അഗൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. സോ വി ഹാവ് ഗോട്ട് എ ക്ലീവ്ഡ് പ്ലാസ്മിഡ് വെക്ടർ. ഇവിടെ സ്പേസ് ഉണ്ട് ടു അറ്റാച്ച് ദ ക്ലീവ്ഡ് DNA. അപ്പോൾ ഈ ഡിസൈഡ് DNA നമ്മൾ ഈ ഒരു പ്ലാസ്മിഡ് വെക്ടറിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്ലാസ്മിഡ് വെക്ടേഴ്സിന് നമ്മൾ പ്ലാന്റ്സ്, ഗ്രോയിങ് പ്ലാന്റ് സെൽസ് ടേക്ക് അപ്പ് ദ ഇൻസെക്ടിസൈഡ് ജീൻ ഫ്രം പ്ലാസ്മിഡ് വെക്ടേഴ്സ്. അപ്പോൾ ഈ ഗ്രീൻ കളർ ഡിസൈഡ് DNA ഫ്രാഗ്മെന്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് ഇൻസെക്ടിസൈഡ് പ്രോപ്പർട്ടി, അതായത് ഇപ്പോൾ ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജീൻ സെഗ്മെന്റിനെ നമ്മൾ പ്ലാസ്മിഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ആ പ്ലാസ്മിഡിനെ ഗ്രോയിങ് പ്ലാന്റ് സെൽസിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ചില ഗ്രോയിങ് പ്ലാന്റ് സെൽസ് ഈ പറഞ്ഞ വെക്ടേഴ്സിനെ, അതായത് ഫോറിൻ DNA എൻകംപാസ് ചെയ്തിട്ടുള്ള വെക്ടേഴ്സിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വളർത്തും. അങ്ങനെയുള്ള പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസെക്ട് ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്ലാന്റ് വിൽ പ്രൊഡ്യൂസ് എ പർട്ടിക്കുലർ ടോക്സിൻ. ആ ടോക്സിൻ ഇൻസെക്ടിന്റെ എലിമെന്ററി കനാലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദ ഇൻസെക്ട് വിൽ ഡൈ. അത് ആ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് ഈ ഒരു ഇൻസെക്ടിനെ കൊല്ലാൻ പാകത്തിനുള്ള ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന ഒരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ ഡിസൈഡ് DNA ഫ്രാഗ്മെന്റിന് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഡിസൈഡ് DNA ഫ്രാഗ്മെന്റിനെയാണ് നമ്മൾ പ്ലാസ്മിഡ് വെക്ടേഴ്സിന്റെ പ്രസൻസോട് കൂടി നമ്മൾ ഗ്രോയിങ് ആയിട്ടുള്ള പ്ലാന്റ് സെൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അങ്ങനെ അത് അബ്സോർബ് ചെയ്തിട്ടുള്ള പ്ലാന്റ് സെൽസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ വളർത്തുന്നതും. സോ
നാച്ചുറലി ആ പ്ലാന്റിന് അങ്ങനെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നോ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഹാവിങ് ദാറ്റ് പ്രോപ്പർട്ടി അറ്റ് ഓൾ. അപ്പോൾ ഒത്തിരി ഇൻസെക്ട്സ് ഇതിനെ വന്നിട്ട് കഴിക്കും, ആ പ്ലാന്റ്സ് അപ്പാടെ ഡെഡ് ആയി പോകും. ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദാറ്റ്, these plants were genetically modified by introducing this desired DNA fragment within them by the technology of genetic engineering. അതാണ് genetically modified organisms. Okay. ഇനി what is biodiversity hotspot? A biodiversity hotspot is a region with a high level of biodiversity and a large number of unique species. Some examples of biodiversity hotspots include the Western Ghats, the Himalayas and the Atlantic forest. അതായത് ഈ ഒരു വേൾഡ് ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു പർട്ടിക്കുലർ നമ്പർ എക്സീഡ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒരുപാട് മൈക്രോബ്സും ആനിമൽസും എല്ലാ കാറ്റഗറിയിലുള്ള ലൈഫ് ഫോംസും ഭയങ്കര റിച്ച് ആയിട്ട് ഉള്ള ഒരു സ്പോട്ടിനെയാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു വേൾഡ് മാപ്പിൽ കാണുന്ന ഈ റെഡ് കളർ ഏരിയാസ് ആണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലുള്ള വെസ്റ്റേൺ ഗാർഡ്സ് അല്ലെങ്കിൽ നോർത്തേൺ ഇന്ത്യയിലുള്ള ഹിമാലയാസ് ഒക്കെ അതിൽ വരുന്നതാണ്. ബിക്കോസ് ഈ ഒരു എന്താ പറയാ, ദിസ് പർട്ടിക്കുലർ ഏരിയ ഇറ്റ് ഈസ് ആക്ച്വലി, ഇതാണ് നമ്മുടെ കേരളത്തിലുള്ള വെസ്റ്റേൺ ഗാർഡ്സിന്റെ മാപ്പ്. ഇത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെയുള്ള സോയിൽ ആയിക്കോട്ടെ, ഇവിടെയുള്ള ഹെർബ്, ഷ്രബ്, ട്രീസ്, പ്ലാന്റ്സ്, ആനിമൽസ്, ഇൻസെക്ട്സ്, മൈക്രോബ്സ് എന്തായിക്കോട്ടെ, വെറൈറ്റി ഓഫ് സ്പീഷീസും വെറൈറ്റി നമ്പേഴ്സും നമുക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് നോട്ട് എ വെരി ഈസി തിങ് ടു നോട്ടീസ്. ഇപ്പൊ നമ്മൾ റിസർച്ചിനുള്ള സാമ്പിളുകളാണെങ്കിലും ഭൂരിഭാഗം സാമ്പിളുകൾക്കും ഒരു റിച്ച്നെസ് വരുന്നത് വെൻ വി ആർ ഗോയിങ് ആൻഡ് കളക്ടിങ് ദം ഫ്രം വെസ്റ്റേൺ ഗാർഡ്സ്. വെസ്റ്റേൺ ഗാർഡ്സ് നിന്ന് എടുത്തിട്ടുള്ള ഒരു കുരുമുളകാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഹെർബ്സിനാണെങ്കിലും അതിനൊരു പ്രത്യേകത ഉണ്ടെന്നാണ് ന്യൂമറസ് സ്റ്റഡീസ് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, നൗ what are the components of biodiversity? ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്താന്ന് പറഞ്ഞു, ബയോഡൈവേഴ്സിറ്റിയിൽ എന്താ പറയാ സിഗ്നിഫിക്കൻസ് എന്താന്ന് പറഞ്ഞു. അതുമാതിരി ബയോഡൈവേഴ്സിറ്റിയുടെ കോമ്പോണൻസ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. The components of biodiversity. The three main components of biodiversity are genetic diversity, species diversity and ecosystem diversity. So this is the genetic diversity, the species diversity and the ecology or community diversity. So genetic diversity എന്ന് പറയുന്നത് it is a variety of genes within a species. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷിനെ മാത്രം എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. ഇറ്റ്സ് എ സിംഗിൾ സ്പീഷീസ്. ഈ ഓരോ സ്പീഷീസിന്റെ ഉള്ളിലും സെയിം സ്പീഷീസ് ആണെങ്കിൽ പോലും ഓരോ സ്പീഷീസിന്റെ ഉള്ളിലുള്ള ജീൻസ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ദാറ്റ് ഇസ് ദ ജനറ്റിക് ഡൈവേഴ്സിറ്റി. സെയിം സ്പീഷീസിലുള്ള ഡിഫറെന്റ് സെറ്റ് ഓഫ് ജീൻസിനെയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രസൻസിലാണ് ചില സെയിം സ്പീഷീസ് ആണെങ്കിൽ പോലും ചിലർ വലുതും ചിലർ ചെറുതും, ചിലരിൽ മോർ നമ്പർ ഓഫ് സ്ട്രൈപ്സും ചിലവരിൽ ലെസ് നമ്പർ ഓഫ് സ്ട്രൈപ്സ് ഒക്കെ ആയിട്ട് കാണുന്നത്. ഓക്കെ, സോ ദ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇസ് എ വെറൈറ്റി ഓഫ് ജീൻസ് വിതിൻ എ സ്പീഷീസ്. Different populations of same species may have different genetic compositions. Maintaining genetic diversity is important for species health. നേരത്തെ പറഞ്ഞ മാതിരി സെയിം ആയിട്ടുള്ള ഒരു ജനറ്റിക് മേക്കപ്പ് ആണ് ഇവരിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് എൻവിറോൺമെന്റ് ഒന്ന് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇവരിലുള്ള ആ ജനറ്റിക് ഡിഫറൻസ് ആണ് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അവരെ പർട്ടിക്കുലർ രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോമ്പോണന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ്. അതായത് ദ നമ്പർ ആൻഡ് വെറൈറ്റി ഓഫ് സ്പീഷീസ് ഇൻ എ ഗിവൻ ഏരിയ. ഇപ്പൊ ഇവിടെ ഇതിനെ മാത്രം നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളത് ഇവരുടെ ഉള്ളിലുള്ള ജനറ്റിക് മേക്കപ്പിനെ വെച്ചിട്ടാണ്. ദാറ്റ് ഇസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഹാബിറ്റാറ്റിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ലേക്കിലുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇപ്പൊ ഇവിടെ ജെല്ലി ഫിഷ് ഉണ്ട്, കുഞ്ഞ് ഫിഷ് ഉണ്ട്, വാർ ഫിഷ് ഉണ്ട്, ബിഗ് ഫിഷ് ഉണ്ട്. അതായത് ഡിഫറെന്റ് സ്പീഷീസ്, ദ സ്പീഷീസ് റിച്ച്നെസ് വിത്തിൻ എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി നിക്ക്, അതിനാണ് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ നമ്പർ ആൻഡ് വെറൈറ്റി ഓഫ് സ്പീഷീസ് ഇൻ എ ഗിവൻ ഏരിയ. Species diversity includes all the species from plant to microorganism present within a particular given area. Species diversity is made up of species richness and species evenness. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എത്രയൊക്കെ സ്പീഷീസ് ഉണ്ട്, ഓരോ സ്പീഷീസും എത്ര നമ്പേഴ്സിലുണ്ട്, അതായത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ വരുന്നതാണ് സ്പീഷീസ് റിച്ച്നെസ്സും സ്പീഷീസ് ഈവൻനെസ്സും. ഓക്കെ, ഇനി മൂന്നാമത്തെ കോമ്പോണന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അതായത് ദ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ്
കമ്മ്യൂണിറ്റീസ് ആൻഡ് എക്കോളജിക്കൽ പ്രോസസ്, അതിന് പറയുന്ന പേരാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിൽ ചില ഓർഗാനിസംസ്, ഇപ്പൊ ഇത് ഒരുപാട് എക്കോസിസ്റ്റത്തിന്റെ കോമ്പിനേഷൻ ആണ്. ചില ഓർഗാനിസം ഈ റോക്കിനെ ചുറ്റിപ്പറ്റിയായിരിക്കും വളരുക, അതായത് അതാണ് ഇവരുടെ എക്കോസിസ്റ്റം. ചിലര് വെള്ളത്തിലായിരിക്കും വളരുക, അതാണ് അതിന്റെ എക്കോസിസ്റ്റം. ചിലര് ഈ പറഞ്ഞ മണ്ണിന്റെ അടിയിലായിരിക്കും വളരുക, അതാണ് അതിന്റെ എക്കോസിസ്റ്റം. ചിലര് മണ്ണിന്റെ മുകളിലായിരിക്കും വളരുക. ചിലത് മറ്റു ഓർഗാനിസത്തിന്റെ സർഫസിലായിരിക്കും വളരുക. അതായത് ഒരു സിംഗിൾ ecosystem എടുത്തു കഴിഞ്ഞാൽ പോലും അതിൽ multiple diverse spot നമുക്ക് കാണാൻ പറ്റും. Okay. So the variety of habitats, communities and ecological process is included under this ecosystem diversity. Ecosystems includes deserts, oceans, forests and jungles. Some ecosystem like tropical forest and coral reefs are more complex and support more species. അതായത് നമുക്കറിയാം ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണെങ്കിൽ ഇഷ്ടംപോലെ സ്പീഷീസിന് അത് സപ്പോർട്ട് ചെയ്യും. കോറൽ റീഫ്സ് എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കാണുന്ന പവിഴപ്പുറ്റുകളാണ്, അതും ഭയങ്കരമായിട്ടുള്ള കോംപ്ലക്സ് നമ്പർ ഓഫ് സ്പീഷീസിന് അത് സപ്പോർട്ട് ചെയ്യും. ബയോഡൈവേഴ്സിറ്റി ലോസ് is the decline or disappearance of biodiversity. The human activities like habitat destruction, pollution, climate change and over exploitation of resources threaten biodiversity. അതായത് നമ്മളുടെ ഒരു അളവിൽ കവിഞ്ഞിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആ ഒരു ബയോഡൈവേഴ്സിറ്റിനെ, എക്കോളജിക്കൽ റിച്ച്നെസ്സിനെ ഭയങ്കരമായിട്ട് കുറവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, which is going to create a major impact in our lives. Okay. So next question is about the approaches to estimate biodiversity. അപ്പോൾ നമുക്ക് ബയോഡൈവേഴ്സിറ്റി എന്താണെന്നറിയാം, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നറിയാം, അതിന്റെ കോമ്പണൻസ് എന്താണെന്നറിയാം. പക്ഷെ നമ്മളൊരു ഏരിയയിൽ ഇത് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഏരിയ ആണെന്ന് പറയണമെങ്കിൽ there should be some measures അല്ലെങ്കിൽ there should be some approaches to estimate the biodiversity. Okay. അപ്പോൾ biodiversity can be estimated using a variety of approaches including field observation, surveys and DNA sampling. അപ്പം ഫീൽഡ് ഒബ്സർവേഷൻസും DNA സാമ്പിളിംഗ്, ഈ രണ്ട് കാറ്റഗറിയിലാണ് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ബയോഡൈവേഴ്സിറ്റി ഉണ്ടോ എന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ. ഫീൽഡ് ഒബ്സർവേഷൻ ഫസ്റ്റ് ഇസ് പ്ലോട്ട് ബേസ്ഡ് സാമ്പിളിംഗ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ, ഫോർ എക്സാമ്പിൾ ഒരു 4 കിലോമീറ്റർ സ്ക്വയർ പ്ലോട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള റെക്കോർഡ് ദ നമ്പർ ഓഫ് ട്രീസ്, റെക്കോർഡ് ദ ഫ്ലവേഴ്സ്, the soil analysis, the water quality. അതായത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ട്രീസിന്റെ വെറൈറ്റി, അതിന്റെ നമ്പേഴ്സ്, ഫ്ലവേഴ്സിന്റെ നമ്പേഴ്സ്, അതുമാതിരി ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള സോയിലിന്റെ അനാലിസിസ്. അതായത് ഓരോ ഏരിയയിലും സോയിലിന്റെ റിച്ച്നെസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സോയിലിന്റെ സ്റ്റഡി നമ്മൾ ആ പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യണം. അതിന്റെ അടിയിലുള്ള ആ ഗ്രൗണ്ട് വാട്ടർ സ്റ്റഡി കൂടി നമ്മൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിൽ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു പർട്ടിക്കുലർ ഏരിയ എന്താ പറയാ ബയോഡൈവേഴ്സ് ആണോ, അതായത് ജനറ്റിക് റിച്ച്നെസ് അല്ലെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ് അവിടെ ഉണ്ടോ എന്ന്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് മെത്തേഡ് ആണ് ട്രാൻസെക്ട് ബേസ്ഡ് സാമ്പിളിംഗ്. അതായത് ഇതേപോലെ പ്ലോട്ട് ബേസ്ഡ് സാമ്പിളിംഗിന്റെ മറ്റൊരു അപ്രോച്ച് ആണ്, ബട്ട് ഹിയർ ദ സാമ്പിളിംഗ് ഇസ് ഡൺ അലോങ് എ പാത്ത് ത്രൂ ആൻ ഏരിയ. സിംഗിൾ പാത്ത് ആണ്. നമ്മൾ ഇവിടെ ഒരു പ്ലോട്ട് ആണെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ ലൈൻ അല്ലെങ്കിൽ പാത്ത് ആണ് നമ്മൾ എടുക്കുന്നത്. സെയിം ടൈപ്പ് അവിടെയുള്ള ട്രീസ്, ഫ്ലവേഴ്സ്, സോയിൽ, ന്യൂട്രിയൻസ്, വാട്ടർ ക്വാളിറ്റി തന്നെയാണ് ഇവിടെയും അസസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു വയർ മെഷ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ബേർഡ്സിനെയും ബാറ്റ്സിനെയും നമ്മൾ കളക്ട് ചെയ്യാണ്. അതായത് ഒരു നിശ്ചിത ഏരിയയിൽ ഒരു വലിയൊരു വയർ മെഷ് സെറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്ന ബേർഡ്സിനെയും ബാറ്റ്സിനെയും നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനുള്ള ബേർഡ്സിലുള്ള സ്പീഷീസ്, അതിന്റെ ഇവൻനെസ്, ബാറ്റ്സിലുള്ള സ്പീഷീസ് അതിന്റെ ഇവൻനെസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബയോസ്ഫിയറിൽ എത്രമാത്രം ബേർഡ്സ് അല്ലെങ്കിൽ എത്രമാത്രം ബാറ്റ്സിന്റെ റിച്ച്നെസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ അതേസമയം അവിടെയുള്ള വാട്ടർ ബോഡീസിലുള്ള ബയോഡൈവേഴ്സ് റിച്ച്നെസ് അറിയണമെങ്കിൽ വി ആർ ആക്ച്വലി യൂസിങ് എ വല ഓർ എ ട്രാപ്പ് ടു കാച്ച് ദ ഫിഷസ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ അക്വാറ്റിക് ഹാബിറ്റാറ്റിലുള്ള ഫിഷസിന്റെ സ്പീഷീസ് റിച്ച്നെസ്സും സ്പീഷീസ് ഈവൻനെസ്സും അറിയാനായിട്ട് പറ്റും. ഇത് ഡയറക്ട്ലി ഫീൽഡിലുള്ള ഒബ്സർവേഷൻസ് ആണ്. പ്ലോട്ട് ബേസ് സാമ്പിളിംഗ്, ട്രാൻസെക്ട് ബേസ് സാമ്പിളിംഗ്, മിസ് നെറ്റിംഗ് ആൻഡ് ട്രാപ്പിംഗ്. അതേസമയം നമുക്ക് ഡയറക്ട്ലി അവരുടെ DNA ലെവലിൽ DNA സാമ്പിളിംഗ് വെച്ച് നോക്കാൻ പറ്റും ആ ഒരു ഏരിയ ബയോഡൈവേഴ്സ് ആണോ അല്ലയോ എന്ന്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഉപയോഗിക്കുന്നതാണ് DNA സീക്വൻസിങ്. We are actually sampling and sequencing the traces of DNA in soil, water and snow. അപ്പം DNA സീക്വൻസിങ് മെയിൻ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പീഷീസ് റിച്ച്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെയുള്ള ട്രീസ്, ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പിന്നെ ബേർഡ്സ്, ബാറ്റ്സ്, ഫിഷസിനൊക്കെ നമുക്ക് ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റും
അവരുടെ സ്പീഷീസ് റിച്ച്നെസ് ആണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി നമ്മുടെ നേക്കഡ് ഐ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈ പറഞ്ഞ മൈക്രോബ്സിന്റെ സ്പെഷ്യൽ നേച്ചർ നമുക്ക് ഒരിക്കലും അവരെ കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിന്റെ പ്രസൻസോട് കൂടി മാത്രമേ അവരെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ പോലും അത് ഏത് ടൈപ്പാണ്, എത്ര വെറൈറ്റി ഉണ്ടെന്ന് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു ടെക്നിക്, മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തിന്റെ റിച്ച്നെസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് DNA സീക്വൻസിങ്. അപ്പൊ നമ്മൾ വെള്ളത്തിലായിക്കോട്ടെ, മണ്ണിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്നോയിലായിക്കോട്ടെ, അതിലുള്ള സാമ്പിൾസിൽ നിന്നും നമുക്ക് DNA സീക്വൻസിങ് വഴി അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് മൈക്രോ ഓർഗാനിസം ആണ്, അതും എത്രമാത്രം അമൗണ്ടിൽ ഈ പറഞ്ഞ ഹാബിറ്റാറ്റിൽ അത് പ്രസന്റ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം മൈക്രോ ഓർഗാനിസത്തിന്റെ റിച്ച്നെസ് എന്ന് പറയുന്നതും ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഇമ്പോർട്ടന്റ് കോമ്പോണന്റ് ആണ്. പിന്നെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള സിംപ്സൺ ഡൈവേഴ്സിറ്റി ഇൻഡെക്സും ഷാനൻ വെയ്നർ ഇൻഡെക്സ്, ഇത് രണ്ടും നിങ്ങൾ കവർ ചെയ്തിട്ടുള്ള കാരണം മാത്രം ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പാൻഡ് ഇറ്റ്. ഓക്കെ, പിന്നെ ബയോഡൈവേഴ്സിറ്റിയും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിൽ ബന്ധമുണ്ടോ? ഒബ്വിയസ്ലി ബന്ധമുണ്ട് അല്ലേ? Is there a relationship between biodiversity and climate change, and how are this linked? Okay, so അത് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് how this biodiversity and climate change are interlinked with each other. അതിനുള്ള 4 points ആണ്: carbon sinks, resilience, ecosystem transformation and temperature. First is carbon sinks. Biodiverse ecosystem like forest and wetland absorb carbon from the atmosphere. അപ്പോൾ ബയോഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് അല്ലെങ്കിൽ എക്കോസിസ്റ്റം ആണെങ്കിൽ ഒത്തിരിയുള്ള അന്തരീക്ഷത്തിൽ ഒത്തിരിയുള്ള കാർബണിനെ അത് അബ്സോർബ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും. അങ്ങനെ ഒരുപാടുള്ള കാർബണിനെ അബ്സോർബ് ചെയ്യണ കാരണം അത് നല്ലൊരു സ്റ്റേബിൾ ക്ലൈമാറ്റിക് എൻവിറോൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. സോ ദിസ് biodiversity is linked to climate change. The first point being the carbon sinks. Healthy ആയിട്ടുള്ള biodiverse ആയിട്ടുള്ള ecosystem will surely absorb unnecessary carbon from the atmosphere and store them. Second point is resilience. Ecosystem with high biodiversity are more resilient to climate change. അതായത് പെട്ടെന്ന് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകില്ല എങ്ങനത്തെ എക്കോസിസ്റ്റത്തിൽ, വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള എക്സ്ട്രീംലി സ്റ്റേബിൾ ബയോഡൈവേഴ്സ് എക്കോസിസ്റ്റംസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. പെട്ടെന്നുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസിന്റെ ഡിഫറൻസ് അവരെ അഫക്റ്റ് ചെയ്യില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇക്കോസിസ്റ്റം ട്രാൻസ്ഫോർമേഷൻ. ദ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ഓൾട്ടറിങ് എക്കോസിസ്റ്റം ഫാസ്റ്റർ ദാൻ മെനി സ്പീഷീസ് ക്യാൻ അഡാപ്റ്റ്. അതായത് എക്കോസിസ്റ്റത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം നടക്കാൻ. അതായത് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓർഗാനിസത്തിന് പെട്ടെന്ന് ഒരു അഡാപ്റ്റേഷൻ പുതിയ ക്ലൈമറ്റ് ആയിട്ട് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ എക്കോസിസ്റ്റത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ മിതമായിട്ടുള്ള രീതിയിൽ നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ സ്ട്രോങ് ecosystem, actually a biodiverse ecosystem. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി കുറയും തോറും എക്കോസിസ്റ്റം ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും. അത്രയും ഫാസ്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത്രയും ഓൾട്ടറിങ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിന്റെ മുകളിലേക്ക് സ്പീഷീസിന് പറ്റണ പോലെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, temperature. The fourth point and final point, the rising temperatures impair microbial communities and require more species to maintain ecosystem functioning. അപ്പോൾ ഈ ബയോഡൈവേഴ്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്തിന്റെ അമൗണ്ട് കൂടും? കാർബണിന്റെ അമൗണ്ട് കൂടും, ഗ്ലോബൽ വാർമിംഗ് കൂടും, അന്തരീക്ഷത്തിന്റെ മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഡെഫിനറ്റ്ലി റൈസിങ് ടെമ്പറേച്ചേഴ്സ് ഒരു വലിയൊരു ഓർഗാനിസം, ഇപ്പോൾ പ്ലാന്റ്സ് ആനിമൽസിനെ ഡെഫിനറ്റ്ലി ബാധിക്കുമെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മൈക്രോബിയൽ കമ്മ്യൂണിറ്റീസിനെയാണ്. അപ്പോൾ മൈക്രോബ്സിന് ഒരു സാധാരണ ഒരു മീസോഫിലിക് ടെമ്പറേച്ചർ ആയിരിക്കും ഉത്തമം വളരാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് 37 degrees C. അപ്പോൾ ടെമ്പറേച്ചർ ഒത്തിരി കൂടുമ്പോൾ ഒരു പക്ഷെ അവർക്ക് ആ ഹയർ ടെമ്പറേച്ചേഴ്സിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ പോപ്പുലേഷൻ ഫുള്ള് എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് റിലേറ്റഡ് ആണ് ബൈ ദ ഡയറക്റ്റ് ഇന്റർലിങ്ക്സ് ബിറ്റ്വീൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, നൗ what is environmental pollution? Environmental Pollution Act നമ്മൾ പഠിച്ചു. ഇനി എന്താണ് environment pollution? Environmental pollution is the introduction of harmful substances into the environment which can definitely damage the human system, human health and ecosystem. എന്തൊക്കെയാണ് അതിന് കാരണം? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ, മാനുഫാക്ചറിങ്, അഗ്രികൾച്ചർ. ഇതെല്ലാം മിതമായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ക്രിയേറ്റ് എനി മേജർ പ്രോബ്ലംസ്. പക്ഷേ ഹ്യൂമൻ ട്രാൻസ്പോർട്ട്, ഇപ്പോൾ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണെങ്കിലും
അഗ്രികൾച്ചർ ആണെങ്കിലും വളരെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നടക്കുന്നത് കാരണം ഡെഫിനറ്റ്ലി അതുവഴി ജനറേറ്റ് ആകുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. ദാറ്റ് ഈസ് ഗോയിങ് ടു create pollution to the environment. Burning fossil fuels. This increases carbon dioxide in the atmosphere, which traps heat and contributes to climate change. അപ്പോൾ പണ്ട് ഉണ്ടായിരുന്ന പ്ലാന്റ്സിന്റെ ഡെബ്രിസിൽ നിന്നാണ് ഫോസിൽസ് ഫോം ചെയ്തിട്ടുള്ളത്. ആ ഫോസിൽസിനെ ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എമിറ്റ് ആകുന്നത് കാർബൺ ആണ്. കാർബൺ നമ്മുടെ അന്തരീക്ഷത്തിന്റെ പുറത്തൊരു ലെയർ ആയിട്ട് നിൽക്കും. ആ ഒരു ലെയറിന്റെ കട്ടി കൂടുന്തോറും അന്തരീക്ഷം ഹീറ്റിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാണ്. അതായത് സ്പേസിലേക്ക് റേഡിയേറ്റ് ചെയ്യേണ്ട ഹീറ്റിന്റെ നല്ലൊരു എമൗണ്ട് ഈ പറഞ്ഞ എക്സസ് കാർബൺ ലെയർ അബ്സോർബ് ചെയ്യുന്ന കാരണം ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് ക്ലൈമറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്താ പറയാ സോൺലി മാൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ലാൻഡ് ആയിട്ട് മാറ്റുക, ഡൊമസ്റ്റിക് ഏരിയാസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി മാറ്റുന്ന ആ ഒരു സംഭവമാണ്. സോ ദിസ് ഡീഫോറസ്റ്റേഷൻ ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ക്ലൈമറ്റ് ചേഞ്ച്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റ് ക്യാൻ പൊല്യൂട്ട് ദ എയർ, ദറ്റ് പൊല്യൂട്ട് ദ വാട്ടർ ആസ് വെൽ ആസ് ദി ലാൻഡ്. നിങ്ങൾക്കറിയാം ഇപ്പൊ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക മീനുകളൊക്കെ കൂട്ടത്തോടെ ചത്ത് പൊങ്ങുന്നതൊക്കെ ആ ഒരു വാട്ടർ ബോഡിയിൽ ലയിച്ചിട്ടുള്ള എക്സസ് എമൗണ്ട് ആയിട്ടുള്ള പൊല്യൂട്ടൻസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. പിന്നെ ഗാർബേജ് നമുക്ക് അറിയാം അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പൊ എൻ്റെ വീട്ടില് ഞാൻ തൃശ്ശൂർ കോർപ്പറേഷനിലാണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേസ്റ്റ് കളക്ഷൻ സിസ്റ്റം ഇല്ല, കത്തിക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേസ്റ്റ് അപ്പൊ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് ആ വേസ്റ്റിനെ പ്രോസസ് ചെയ്യുന്നത് ആർക്കും അറിയില്ല. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ച് ഇല്ലെങ്കിൽ definitely that waste is going to end up in air, water and land as pollutants. Okay. Now, what is agrobiodiversity? Agrobiodiversity എന്ന് പറഞ്ഞാൽ agriculture plus biodiversity. അപ്പോൾ agrobiodiversity ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. Agrobiodiversity refers to the variety and variability of living organisms. ഇപ്പോൾ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ വേർഡ് തന്നെ വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി എന്നാണ് അർത്ഥം. അഗ്രോബയോഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ദ വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി ഓഫ് ലിവിംഗ് ഓർഗാനിസം ദാറ്റ് ആർ യൂസ്ഡ് ഇൻ അഗ്രികൾച്ചറൽ സിസ്റ്റം ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസം. അഗ്രികൾച്ചറൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ജീവജാലങ്ങളുടെ ഒരു വെറൈറ്റി കോമ്പിനേഷനെയാണ് നമ്മൾ അഗ്രോബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇസ് ക്രോപ്പ് ഡൈവേഴ്സിറ്റി. The range of plant species and varieties of plants grown for food, fodder, medicine and other purposes. This includes the traditional varieties of crops like wheat, rice, maize as well as indigenous and rare plants. അതായത് നമുക്ക് മരുന്ന് ഐറ്റം, നമുക്ക് ഫുഡ് ഐറ്റം മാറാൻ പോകുന്ന ആ ഒരു പ്ലാന്റ്സിന്റെ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് പല രീതിയിലുള്ള പ്ലാന്റ്സിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ എത്രയും റിച്ച് ആയിട്ടുള്ള രീതിയിൽ എത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മളുടെ വെറൈറ്റി ഓഫ് ഫുഡ്, മെഡിസിൻ അതുമാതിരി മറ്റു ആവശ്യങ്ങളിലേക്കായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ദിസ് ക്രോപ്പ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ട്രഡീഷണൽ വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് ആയിട്ടുള്ള വീറ്റ്, റൈസ്, മെയ്സ് എന്നിവയെ വളർത്തുന്നതിലുപരി റെയർ പ്ലാന്റ്സും ഇൻഡിജിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ റെയർ കാറ്റഗറി പ്ലാന്റ്സിനെ വളർത്തുക എന്നത് കൂടി ഇതിൽ പെടുന്നുണ്ട്. ഇപ്പൊ ക്രോപ്പ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those agricultural crops that is being made available to us അതിന്റെ ഒരു വെറൈറ്റി അതിനെയാണ് പറയുന്നത്. ക്രോപ്പ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി പ്ലാന്റ്സിലുള്ള അഗ്രികൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആനിമൽസിലുള്ള ആ ഒരു ഫാമിംഗ് ഡൈവേഴ്സിറ്റി ആണ്. The variety of animal species, breeds and genetic traits used in agriculture for food, fiber and labor. അതായത് ഫുഡും ഫൈബറും അല്ലെങ്കിൽ ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഒരു വർക്ക്സിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ആനിമൽസ് എന്ന് പറയുന്നത് അത്രയും റിച്ച് ആയിരിക്കണം. അത്രയും വെറൈറ്റി ഓഫ് ആനിമൽസിനെ നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് ലൈഫ് സ്റ്റോക്ക് ഡൈവേഴ്സിറ്റി കമ്മിങ് അണ്ടർ അഗ്രോബയോഡൈവേഴ്സിറ്റി. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഡിഫറെന്റ് ബ്രീഡ്സ് ഓഫ് കാറ്റൽ, പൗൾട്രി, ഗോഡ്സ് ആൻഡ് ഷീപ്പ്. അതായത് ഇപ്പോൾ കാറ്റൽ, പൗൾട്രി, ഗോഡ്സ്, ഷീപ്പ് ആണെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമാണ് ഫുഡായിട്ട് അല്ലേ. പക്ഷെ അതിൽ തന്നെ വെറൈറ്റി ഓഫ് ഗോഡ്സിനെയും കാറ്റൽസിനെയും ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ഇൻക്രീസ് ദ സ്പീഷീസ് റിച്ച്നെസ്, സ്പീഷീസ് ഈവൻനെസ്. അപ്പൊ നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫുഡായിട്ട് മാറുന്ന ആ ഓർഗാനിസത്തിലും ഒരു റിച്ച്നെസ്, ഡൈവേഴ്സിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ,
Microbial diversity. The soil microbes, the beneficial fungi and bacteria that support healthy soil and plant growth as well as those used in food processing. അപ്പോൾ മൈക്രോബ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ കാണുന്ന ഒരു കീടാണുക്കൾ എന്നുള്ള കോൺസെപ്റ്റ് മാത്രമല്ല ഇഷ്ടം പോലെ ഉപയോഗപ്രദമായിട്ടുള്ള മൈക്രോബ്സും നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്, നമ്മുടെ മണ്ണിലുണ്ട്. അപ്പൊ നമ്മുടെ മണ്ണില് ഒത്തിരി നല്ല മൈക്രോബ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മണ്ണിൽ നമ്മളിപ്പോ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ അത് നല്ല ഫലഭൂയിഷ്ടമായി വളരുള്ളൂ. കാരണം പ്ലാന്റ്സ് ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാന്റ്സ് ആ ഒരു സോയിലിൽ ഒരുപാട് മൈക്രോബ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പ്ലാന്റ്സ് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് വളരുള്ളൂ. അപ്പോൾ ആ സോയിലിലുള്ള മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി അഥവാ മൈക്രോബിയൽ റിച്ച്നെസ്സും ഈ പറഞ്ഞ അഗ്രോ ബയോഡൈവേഴ്സിറ്റിയിൽ വരും. അതായത് മൈക്രോബിയൽ റിച്ച്നെസ് അല്ലെങ്കിൽ മൈക്രോബിയൽ സ്പീഷീസിന്റെ വെറൈറ്റി കൂടുമ്പോൾ മാത്രമാണ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ നടുന്ന പ്ലാന്റ്സ് നല്ല ഫലഭൂയിഷ്ടമായി വളരുള്ളൂ. ഓക്കെ, സോ പ്ലാന്റ്സിന്റെ ആ ഒരു റിച്ച്നെസ്, പ്ലാന്റ്സിന്റെ ആ ഒരു ഗ്രോത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അതില് അവർ ഏത് മണ്ണിലാണ് വളർന്നത് ആ മണ്ണിൽ അടങ്ങിയിട്ടുള്ള മൈക്രോബ്സിന്റെ ടൈപ്സിനെ ആശ്രയിച്ചിരിക്കും. അതാണ് മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, അതുമാതിരി തന്നെ മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ഏരിയ ആണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം വൈൻ പ്രിപ്പറേഷൻ, ബിയർ പ്രിപ്പറേഷൻ, ഇതൊക്കെ ഫെർമെന്റേഷൻ ആണ്. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ ചീസ് ആണെങ്കിലും ആന്റിബയോട്ടിക്സ് ആണെങ്കിലും ഒക്കെ ഫെർമെന്റേഷൻ ടെക്നോളജി വഴിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻവോൾവ് ആണ്. അപ്പോൾ കൂടുതൽ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻവോൾവ് ആകുമ്പോൾ ഈ പറഞ്ഞ ഫെർമെന്റേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. അവിടെയും വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഡൈവേഴ്സിറ്റി. ഓക്കെ, അതും വരുന്നത് അഗ്രോ ബയോഡൈവേഴ്സിറ്റിയിലാണ്. പിന്നെ വൈൽഡ് ബയോഡൈവേഴ്സിറ്റി. The wild relatives of domesticated plants and animals which are important for breeding programs to improve resilience, pest resistance and nutritional value. അതായത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പ്ലാന്റ്സിന്റെയും അനിമൽസിനും ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടായിരുന്നു. ആ കോമൺ ആൻസെസ്റ്റർ ഡെഫിനറ്റ്ലി ഫോറസ്റ്റിൽ വളർന്ന വൈൽഡ് കാറ്റഗറി ആയിരുന്നു. അതായത് പ്ലാന്റ്സിന്റെ ആണെങ്കിലും ആനിമൽസിന്റെ ആണെങ്കിലും ആൻസെസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് വൈൽഡ് ടൈപ്പ് ആയിരുന്നു. അപ്പോൾ ബ്രീഡിംഗ് പ്രോഗ്രാംസ്, അതായത് ഇപ്പൊ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും, അതായത് നമ്മളിപ്പോ സോൾ അഗ്രികൾച്ചറൽ ഫാർമിംഗ് വഴി വളർത്തുന്ന പ്ലാന്റ്സും ആനിമൽസിനെയും അവരുടെ വൈൽഡ് കാറ്റഗറി ആയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, മേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സുപ്പീരിയർ ടൈപ്പ് ആയിരിക്കും. അവർക്ക് നല്ല ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പെസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലായിരിക്കും. അങ്ങനെ അപ്പോൾ ഡൊമസ്റ്റിക്കേറ്റഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആനിമൽസിനെ വൈൽഡ് കാറ്റഗറി, അവരുടെ തന്നെ വൈൽഡ് കാറ്റഗറി ആയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ജനറ്റിക് ഡൈവേർജൻസ്, ജനറ്റിക് റിച്ച്നെസ് കൂടും, ജനറ്റിക് റിച്ച്നെസ്സും ആക്ച്വലി കൂടി വരികയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് അഗ്രോ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ദ ഫൈനൽ പോയിന്റ് ഓഫ് അഗ്രോ ബയോഡൈവേഴ്സിറ്റി. ഇതില് ദ വെറൈറ്റി ഓഫ് എക്കോസിസ്റ്റം സച്ച് ആസ് വെറ്റ്ലാൻഡ്സ്, forest and pastures that exist within a ground or agricultural landscape helps to support overall agricultural productivity. അതായത് അഗ്രികൾച്ചറിനെ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകുന്ന വെറൈറ്റി ഓഫ് കോമ്പിനേഷൻ ഓഫ് എക്കോസിസ്റ്റംസ് ആണ് വെറ്റ്ലാൻഡ്സ്, ഫോറസ്റ്റ്, പാസ്റ്റേഴ്സ്. അതായത് നോട്ട് ഓൺലി വെറ്റ്ലാൻഡ്സ്, ഒരു കോമ്പിനേഷൻ ആണ്. വെറ്റ്ലാൻഡ്സിലും നമുക്ക് അഗ്രികൾച്ചർ നടത്താൻ പറ്റും, ഫോറസ്റ്റിൽ പറ്റും, പാസ്റ്റേഴ്സിൽ പറ്റും. അപ്പൊ ഇതെല്ലാത്തിന്റെയും കോമ്പിനേഷനിൽ നമ്മൾ ഈ പറഞ്ഞ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ ഡിഫറെന്റ് എക്കോസിസ്റ്റത്തിൻ്റെതായിട്ടുള്ള ഒരു റിച്ച്നെസ് ആ പർട്ടിക്കുലർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിലേക്ക് വരുന്നുണ്ട് എന്നതാണ് ആ ഒരു പോയിന്റിൽ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ 5 കാര്യങ്ങളാണ് ക്രോപ്പ് ഡൈവേഴ്സിറ്റി, ലൈഫ് സ്റ്റോക്ക് ഡൈവേഴ്സിറ്റി, മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി, വൈൽഡ് ബയോഡൈവേഴ്സിറ്റി, അഗ്രോ എക്കോസിസ്റ്റം. ഇതെല്ലാം വരുന്നത് അഗ്രോ ബയോഡൈവേഴ്സിറ്റിയിലാണ്. ഓക്കെ, പിന്നെ അഗ്രോ ബയോഡൈവേഴ്സിറ്റിയിലേക്ക് ഉള്ള ഒരു ത്രെട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇസ് മോണോകൾച്ചർ ഫാമിംഗ്. അതായത് ലാർജ് സ്കെയിൽ മോണോക്രോപ്പിംഗ് റെഡ്യൂസസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ക്രോപ്സ് ആൻഡ് ബ്രീഡ്സ്, മേക്കിംഗ് സിസ്റ്റംസ് മോർ വൾണറബിൾ ടു പെസ്റ്റ് ആൻഡ് ഡിസീസസ്. അപ്പോൾ നമ്മൾ അഗ്രോ ബയോഡൈവേഴ്സിറ്റിയിൽ പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി cultivation of different types of crops in different ecosystems. ആ ഒരു പോയിന്റിന് കംപ്ലീറ്റ്ലി എതിരായിട്ടുള്ള കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് മോണോകൾച്ചർ ഫാമിംഗ്. അതായത് ഒരേ ടൈപ്പ് സോയിലില് ഒരേ ടൈപ്പ് ക്രോപ്പിനെ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസുഖം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എൻവിറോൺമെന്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ മൊത്തം ക്രോപ്സും പോകും. കാരണം ആ ക്രോപ്സിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളത് സെയിം ജനറ്റിക് മേക്കപ്പിൽ വെച്ചിട്ടാണ്, എല്ലാവരും വളരുന്നത് സെയിം ടൈപ്പ് ഓഫ് സോയിലാണ്. സോ അവർക്ക് പെട്ടെന്നൊന്ന് ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യാനോ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് കുറച്ചൊന്ന് ഹാർഷായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനോ പറ്റില്ല.
So that is monoculture farming is one of the threats to agrobiodiversity. രണ്ടാമത് climate change ആണ്. Shifting weather patterns, droughts and floods can affect the stability of agricultural system and threaten biodiversity. Unexpected ആയിട്ട് വരുന്ന weather pattern, drought, വരൾച്ച, പ്രളയം അതൊക്കെ ഈ പറഞ്ഞ agricultural biodiversity-നെയും agricultural system-നെയും മൊത്തത്തിൽ താറുമാറാക്കും. The loss of traditional knowledge. As industrial agriculture takes over, the traditional farming practices and knowledge about diverse varieties may be lost. കാരണം നമ്മൾ എപ്പോഴും എന്താ പറയാ, നമുക്ക് എപ്പോഴും അറിവ് പകർന്നു തരുന്നത് പണ്ടത്തെ നമ്മുടെ പൂർവികരാണ് അല്ലെ. അവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ചിലർക്ക് അത് അമൃതാണ്, ചിലർ വളരെ കാര്യമായിട്ട് കേൾക്കും, എഴുതി വെക്കും. ഓക്കെ, പക്ഷെ ഇന്ന് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പോലും വാതോരാതെ സംസാരിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ചെറിയൊരു പുച്ഛഭാവം വരാം പഴമക്കാർ പറയുന്ന പല അഗ്രികൾച്ചറൽ ട്രഡീഷണൽ പ്രാക്ടീസസിനോടും. അപ്പോൾ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അവർ പറയുന്നതിൽ സയന്റിഫിക് എവിഡൻസ് ഉണ്ടെന്ന് നമുക്ക് ബോധ്യം ആകുന്ന കാര്യങ്ങൾ പോലും ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ ആ ഒരു നോളജ് അത് അപ്പാടെ പോയി പോകും. ആ നോളജ് വഴി നമുക്ക് കിട്ടുന്നത് ഒരു പക്ഷെ വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ക്രോപ്സ് ആയിരിക്കാം. പക്ഷെ ഇഫ് യു ആർ കംപ്ലീറ്റ്ലി ഷട്ടിംഗ് ഡൗൺ ദ ഡോർ of hearing those traditional knowledge systems of agriculture, that is itself going to be a threat to the agrobiodiversity. Okay. Now, mention the direct and indirect economic benefits of biodiversity. Food production നമുക്ക് ഇഷ്ടം പോലെയുള്ള wide varieties of food, plants, animals and നമുക്ക് കൺസംഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് ഫിഷ്, ഫ്രൂട്ട്സ്, നട്ട്സ്, വെജിറ്റബിൾസ്. നമുക്ക് വെറൈറ്റി ഓഫ് മെഡിസിനൽ പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഫോർ മേക്കിംഗ് ദം ഇൻ ടു ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഫോർ ട്രഡീഷണൽ മെഡിസിൻസ്. നമുക്ക് ടിമ്പർ, അതായത് നമുക്ക് ഫർണിച്ചർ ഒക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും ബൈ വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് യൂസ്ഡ്. പിന്നെ നമുക്ക് നല്ല വരുമാന മാർഗമാണ്. നമ്മളിപ്പോൾ ഒരു വെറൈറ്റി ഓഫ് ട്രീസ്, പ്ലാന്റ്സ് അല്ലെങ്കിൽ നല്ലൊരു ബയോഡൈവേഴ്സ് എക്കോസിസ്റ്റം നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വരും. Revenue can be generated by converting that into ecotourism spot by creating spots like that for wildlife viewing, bird watching and nature-based tourism. പിന്നെ ഇത് ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ആണ്, ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്സ് ആണ്. ഇതല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്കണോമിക് ബെനിഫിറ്റ്സും ബയോഡൈവേഴ്സിറ്റി വഴി ഉണ്ട്. ദാറ്റ് ഇസ് പോളിനേഷൻ. The insects like bees can pollinate crops, ensuring high crop yields and food security. Water regulation. The forest and wetlands helps to regulate the water flow, preventing floods and providing clean water sources. Climate regulation. Ecosystems definitely can absorb carbon and regulate the climate in a more systematic way. Soil erosion control. Plant roots ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിന്റെ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ റൂട്ട്സ്, ട്രീസിന്റെ ഒക്കെ അതാണ് മണ്ണിന്റെ ആ ഒരു സ്ട്രെങ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സോയിൽ ഇറോഷൻ കാരണം ഇപ്പൊ നമ്മൾ ഒത്തിരി മരങ്ങൾ പിഴുതെറിയുക, പ്ലാന്റ്സിനെ പിഴുതെറിയിക്കുമ്പോൾ ആ ഒരു മണ്ണില് അവർ വിത്ത് ഹോൾഡ് ചെയ്യുന്ന ആ റൂട്ടിന്റെ എലമെന്റ്സ് ഇല്ലാണ്ടാവുമ്പോഴാണ് പെട്ടെന്നുള്ള മണ്ണിടിച്ചിലൊക്കെ വരുന്നത്. അപ്പോൾ സോയിൽ ഇറോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്തിന്? ബയോഡൈവേഴ്സിറ്റിക്ക്. ഓക്കെ. പെസ്റ്റ് കൺട്രോൾ. The natural predators in diverse ecosystem help control pest population, reducing the need for chemical pesticide. അതായത് ഇപ്പോൾ ഒരു പ്ലാന്റ് വളരാണ്, ആ പ്ലാന്റ്സിന്റെ മുകളിൽ പെസ്റ്റ് വരാതിരിക്കാൻ നാച്ചുറൽ ആയിട്ടുള്ള ചില കോമ്പണൻസ് നേച്ചർ തന്നെ കൊടുക്കും. അപ്പോൾ ആ റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സ് സ്പോട്ട്സിൽ മാത്രമാണ് നാച്ചുറൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പെസ്റ്റ് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടീസ് പ്ലാന്റ്സിന് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത്ര നല്ല ബയോഡൈവേഴ്സ് സ്പോട്ടിലല്ല ആ പ്ലാന്റ് വളരുന്നതെങ്കിലാണ് ഈ പറഞ്ഞ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെയും കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. അപ്പൊ നമുക്ക് ആ ആവശ്യം അവോയ്ഡ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ എൻവിറോൺമെന്റ് ഇസ് biodiversity hotspot region. Next, genetic diversity. നമുക്കറിയാം ജനറ്റിക് ലെവലിലുള്ള റിച്ച്നെസ്സിനെയാണ് കാണിക്കുന്നത്. Maintaining a variety of genes within the species can increase resilience to diseases and environmental changes. അതായത് ഒരു സ്പീഷീസിൽ തന്നെ അല്ലെങ്കിൽ ഒരു ജീനസിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് ജനറ്റിക് മേക്കപ്പ് കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു ക്ലൈമാറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ കോമ്പാറ്റ് ചെയ്യാൻ പാകത്തിന് ആരെങ്കിലും ഒക്കെ നിലനിൽക്കും, provided there is rich genetic diversity among the populations over there. Okay. ഇനി എന്താണ് ആന്റിവൈറൽ ഏജന്റ്സ്? Antiviral agents are drugs that treat viral infections by killing or stopping the growth of viruses.
they are definitely different from antibiotics which treat the bacterial infection. അപ്പോൾ ആന്റിവൈറൽ ഏജൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ MSc ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ആന്റിവൈറൽ ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു സ്റ്റോപ്പ് ഓർ കിൽ ദ viruses, and this is extremely ഡിഫറെന്റ് ഫ്രം ആന്റിബയോട്ടിക്സ്. കാരണം ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് സോൺലി ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ അതിൽ ഫംഗസ് വരുന്നുണ്ട്, ബാക്ടീരിയ വരുന്നുണ്ട്, വൈറസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ വൈറസിന്റെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വൈറസിനെ കില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏജൻസിനെയാണ് ആന്റിവൈറൽ ഏജൻസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് എന്തിനെ കൊല്ലാനാണ് ഉപയോഗിക്കുന്നത്? ബാക്ടീരിയനെ. ഓക്കെ. Now, what are immunosuppressive agents? Immunosuppressive agents. അതായത് immuno എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി, സപ്രസീവ് എന്ന് പറഞ്ഞാൽ സപ്രസ് ചെയ്യുക. അപ്പൊ രോഗപ്രതിരോധ ശേഷിയെ സപ്രസ് ചെയ്യുക എന്നർത്ഥം ആക്ച്വലി വരുന്നില്ല. നമുക്ക് ആ ഡെഫിനിഷനിലേക്ക് നോക്കാം. Immunosuppressive agents are drugs that weaken the body's immune system, immune response. Weaken ചെയ്യാണ്. They can be used to treat autoimmune diseases, allergies and prevent organ transplant rejection. അതായത് സാധാരണ ഒരു നല്ലൊരു രോഗപ്രതിരോധ ശേഷിയുള്ള ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ തന്നെ ആ ബാക്ടീരിയക്കെതിരെ നമ്മുടെ ശരീരം സ്ട്രോങ് ആയിട്ടുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുക? നമ്മൾ തുമ്മി സ്നീസ് ചെയ്ത് അതിനെ കളയും. അങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള രോഗപ്രതിരോധ ശേഷി ഒരുപാട് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഉണ്ട്. അപ്പോൾ അത് ചില സമയത്ത് നമുക്ക് ആ രോഗപ്രതിരോധ ശേഷി ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ഒരു മിനിറ്റ് ഒന്ന് സൈലന്റ് ആക്കേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് ദേ ക്യാൻ ബി ഇമ്മ്യൂണോസപ്രസീവ് ഏജൻസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ രോഗപ്രതിരോധ ശേഷിനെ ഒന്ന് സൈലന്റ് ആക്കും. അത് എന്തിനാ സൈലന്റ് ആക്കണേ? ബിക്കോസ് they can be used to treat. അപ്പോൾ immunosuppressive agents are mainly used to silence or suppress the രോഗപ്രതിരോധ ശേഷി of the body, that is the body's immune system. Why? Because they can be used to treat autoimmune diseases. Auto എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കോമ്പോണൻസിനെതിരെ ഒരിക്കലും നമ്മുടെ ശരീരം ആക്ട് ചെയ്യില്ല. കാരണം ശരീരത്തിന് അറിയാം അത് നമ്മുടെ ശരീരത്തിലെ കാര്യങ്ങളാണെന്ന്. പക്ഷേ വളരെ പെക്യൂലിയർ ആയിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ചില സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള പാർട്ടിക്കിൾസിനെതിരെ നമ്മുടെ ബോഡി തന്നെ ആക്ട് ചെയ്യും. അങ്ങനെയുള്ള ഡിസീസസിന് പറയുന്ന പേരാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ ആക്ട് ചെയ്യാണ്. അങ്ങനെ ആക്ട് ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് നമ്മൾ ഇമ്മ്യൂണോസപ്രസീവ് ഏജൻസ് കൊടുക്കും. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിനെ ഒന്ന് സൈലന്റ് ആക്കും. അത് വളരെ ഈ 3 സിറ്റുവേഷൻസിൽ മാത്രം നമ്മൾ ഈ ഇമ്മ്യൂണോസപ്രസീവ് ഏജൻസ് കൊടുക്കുന്നുള്ളൂ. ഒന്ന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് നിൽക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അലർജീസ്. ഇപ്പോൾ അലർജി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു തുമ്മൽ അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ചൊറിച്ചില് അതൊക്കെ ഒരു പരിധി വിട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ പാകമായിട്ടുള്ള സിറ്റുവേഷൻസ് ചില ആൾക്കാരിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഇമ്മ്യൂണോസപ്രസീവ് ഏജൻസ് കഴിച്ചു കഴിഞ്ഞാൽ അലർജിക്ക് കാരണമായിട്ടുള്ള റെസ്പോൺസസ് ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ, അതായത് നമുക്കിപ്പോൾ ഒരാൾക്കൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ആ കിഡ്നിയും അവർക്ക് മാച്ച് ആവുന്നുണ്ടോന്ന് എല്ലാ രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ആ ഒരു ഡോണറിന്റെ ഇന്ന് ഇയാൾ ആ കിഡ്നി ഡോക്ടേഴ്സ് ആ റെസിപ്പിയന്റിന്റെ ഉള്ളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. എന്നാൽ പോലും നമ്മുടെ ബോഡിക്ക് അറിയാം അതൊരു സ്വന്തം കിഡ്നി അല്ല. എന്തൊക്കെ മാച്ച് ഉണ്ടെന്ന് പറഞ്ഞാലും അത് മറ്റൊരാളുടെ കിഡ്നിയാണെന്ന് നമ്മുടെ ബോഡിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര മാച്ചുള്ള കിഡ്നി ആണെങ്കിൽ പോലും ആ ബോഡി അതിനെ തള്ളാൻ റിജക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. അങ്ങനെ റിജക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇമ്മ്യൂണോസപ്രസീവ് ഏജൻസ് കൊടുക്കും. മെയിൻലി ആ ഒരു രോഗപ്രതിരോധ ശേഷിനെ ഒന്ന് സപ്രസ് ചെയ്യാൻ, ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ റിജക്ഷൻ നടക്കാതിരിക്കാൻ. ഓക്കെ. അപ്പൊ അതാണ് ഇമ്മ്യൂണോസപ്രസീവ് ഏജൻസ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ് ബയോസ്ഫിയർ? ബയോസ്ഫിയർ എന്താ നിങ്ങൾക്കറിയാം. ബയോസ്ഫിയർ ഇസ് ദ കോമ്പോണന്റ് ഓഫ് എക്കോസിസ്റ്റം ദാറ്റ് സപ്പോർട്ട്സ് ലൈഫ്. ഓക്കെ. അപ്പോൾ ബയോസ്ഫിയർ റിസർവ് എന്താണെന്നാണ് ചോദ്യം. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഇറ്റ് ഫങ്ഷൻസ് പ്രൈമർലി ടു conserve biodiversity by protecting unique ecosystems and landscapes while also promoting sustainable development within the region by facilitating local community involvement and responsible land use practices. അതായത് ഒരു ബയോസ്ഫിയറിലുള്ള ജീവനെ സംരക്ഷിക്കുകയും ചെയ്യണം, അതേസമയം
ആൾക്കാരെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് എൻട്രി ചെയ്യിപ്പിച്ചിട്ട് ബയോസ്ഫിയറിൻ്റെതായിട്ടുള്ള എല്ലാ കോമ്പണൻസും അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് ദേ ആർ യൂട്ടിലൈസിങ് ദാറ്റ് വിഷ്വൽസ് ഇൻ എ വെരി സേഫ് ആൻഡ് ജുഡീഷ്യസ് വേ. അപ്പോൾ ഇത് സെൽഫ് സ്റ്റഡി ആണ്, ബിക്കോസ് ബയോസ്ഫിയർ എന്താ, ബയോസ്ഫിയർ റിസർവ് എന്താന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിന്റെ പോയിന്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഹെഡിങ്സ് എങ്കിലും പഠിച്ചു വെക്കണം. കാരണം ബയോസ്ഫിയർ റിസർവിന്റെ മെയിൻ കോമ്പണൻസ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അതായത് ഇപ്പോൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ടാകും, ജനറ്റിക് ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടാകും. അവരുടെ ആ ഒരു പോപ്പുലേഷനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആ പോപ്പുലേഷനെ ഗ്രോ ചെയ്യാനുള്ള പ്രാക്ടീസസ് വേണമെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അവരുടെ ആ ഒരു റിച്ച്നെസ്സിനെ ടൂറിസം ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനുള്ള സേഫ്റ്റി ആയിട്ടുള്ള ഒരു പേവ്മെന്റ് നമ്മൾ കാർവ് ചെയ്യണം. ദെൻ സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത് അവരിലുള്ള സാമ്പിളിംഗ് ചെയ്തിട്ട് അവരിലുള്ള ആ ഒരു വെറൈറ്റീനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ശാഖയാണ് സയന്റിഫിക് റിസർച്ച് ഓഫ് ദിസ് ബയോസ്ഫിയർ. പിന്നെ നമ്മൾ എത്ര റിസർച്ച് ചെയ്താലും വി ഹാവ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് വി ഹാവ് ടു പ്രൊവൈഡ് തിങ്സ് ടു create education and awareness about protecting this biosphere reserves to the common people. പിന്നെ നമ്മൾ we have to arrange monitoring and management program for protecting them, for maintaining them, to ensure the hygienic practices that has to be practiced by the locals or the layman or the visitors coming as part of tourism over there. പിന്നെ വി ഹാവ് ടു പ്രിസർവ് ക്രിട്ടിക്കൽ എക്കോസിസ്റ്റം. ഇപ്പം നമ്മൾ അന്ന് IUCN കാറ്റഗറി പഠിച്ചിട്ടുള്ള മാതിരി എക്കോസിസ്റ്റംസ് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൽ ക്രിട്ടിക്കൽ എക്കോസിസ്റ്റംസ് എന്ന് പറയുന്നത് the ecosystems that are on the verge of extinction, mainly by human activities. Okay, അപ്പം അങ്ങനെയുള്ള എക്കോസിസ്റ്റത്തിന് നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യണം. അത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ എക്കോസിസ്റ്റത്തിൽ നമ്മൾ ടൂറിസംസ് അലൗ ചെയ്യാൻ പാടില്ല. പിന്നെ we have to final point of biosphere reserve is the supporting of local communities, provides economic opportunities through sustainable tourism. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ ഊട്ടിയിൽ പോയാലും അല്ലെങ്കിൽ കൊടൈക്കനാലിൽ പോയാലും അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ടൂറിസം നമുക്കൊന്ന് ഒരു വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റുന്ന എന്തെങ്കിലും സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു അരികത്തുള്ള കച്ചവടം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് നടത്തുന്നത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ആൾക്കാർ തന്നെയാണ്. കാരണം ആ ഒരു എക്കോ ടൂറിസം സ്പോട്ട് വഴി ഏറ്റവും കൂടുതൽ എക്കണോമിക് ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ആ തദ്ദേശവാസികൾക്കാണ്. സോ ആക്ച്വലി ദ ബയോസ്ഫിയർ റിസർവ് ഓൾസോ ഇംപ്രൂവ്സ് ഓർ ഓൾസോ പ്രൊവൈഡ്സ് എ ചാൻസ് by providing financial aid to the supporting local communities. Okay. പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിട്ടുള്ളതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റി, ഇഫ് ഇറ്റ് ഇസ് ബീങ് ആസ്ക്ഡ് ഫോർ 5 mark question, you have to write these points. Genetic diversity is a variety of genetic traits in a species. And genetic diversity എങ്ങനെയാ വരുന്നത്? It is because of the genetic recombination as part of mating. Then genetic diversity can lead to different physical traits. അതായത് നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിന് പറയുന്ന പേരാണ് ഫിനോടൈപ്പിക് ട്രേറ്റ്, ഇന്റേണൽ അപ്പിയറൻസിന് പറയുന്ന പേരാണ് ജീനോടൈപ്പിക് ട്രേറ്റ്. അപ്പം നമ്മൾക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി കൂടുന്തോറും നമ്മളുടെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, ഫിസിക്കൽ ട്രേറ്റ്സും നമ്മുടെ മറ്റ് പ്രോപ്പർട്ടീസ്, ഡിസീസ് റെസിസ്റ്റൻസ്, സ്ട്രെസ് ടോളറൻസ് എന്നീ പ്രോപ്പർട്ടീസിലും ഒരേ സ്പീഷീസിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകാൻ കാരണം അവരിലുള്ള ജനറ്റിക് ഡൈവേഴ്സിറ്റി ആണ്. The genetic diversity helps the species to survive different climatic environment. Genetic diversity can reduce the recurrence of undesirable inherited traits. അതായത് നമ്മളുടെ പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ അസുഖങ്ങളാകാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സ് വരും തലമുറകളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ഉപാധിയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ചിലവരൊക്കെ പറയും നമ്മൾ ക്ലോസ് റിലേറ്റീവ്സ് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം ആ ജനറ്റിക് ഡൈവേഴ്സിറ്റി അവിടെ നടക്കുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ സിസ്റ്റം, അങ്ങനത്തെ ഓൾഡ് ഏജ് ട്രഡീഷൻസ് അവോയ്ഡ് ചെയ്യുന്നത്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇല്ലെങ്കിൽ അസുഖങ്ങൾ വരും എന്നത് ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ സംതിങ് ഇസ് ദെയർ വിത്തിൻ ദ ട്രഡീഷണൽ പീപ്പിൾ ദാറ്റ് അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കാമ്പുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സയന്റിഫിക്കലി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള എവിഡൻസ് അവരിലുണ്ട് എന്ന് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും വാർത്തകളാണ്. ഓക്കെ, പിന്നെ ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ് ദ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് ബ്രീഡ്സ് ഓഫ് ഡോഗ്സ്. പിന്നെ ഇപ്പൊ വെറൈറ്റീസ് ഓഫ് റോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പിങ്ക് റോസ് അല്ലെങ്കിൽ റെഡ് റോസ് അല്ല, ഇഷ്ടം പോലെ ബ്ലാക്ക് റോസ് അടക്കമുണ്ട്. അങ്ങനെ വീറ്റും റൈസിന്റെ ഒക്കെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ജനറ്റിക് ഡൈവേഴ്സിറ്റി ആക്ച്വലി വേണം for the successful
pace of evolution to work according to the principle of Charles Darwin. അപ്പോൾ ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 6ൽ കവർ ചെയ്യുന്ന മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ഐ വാണ്ടഡ് യു ടു ഗോ ത്രൂ ദിസ് എൻറ്റയർ വീഡിയോ. എന്നാൽ മാത്രമാണ് ഞാൻ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.